ഞാനിപ്പോഴും ഓർമ്മിക്കുകയാണ്, ബഹുമാനപ്പെട്ട മർഹൂം കണാരണ്ടി ഉസ്താദ് അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഞാൻ അവിടുത്തെ ഇങ്ങനെ സദസ്സിൽ വന്ന് ഇരുന്ന് കേൾക്കുന്ന എന്റെ കുട്ടിക്കാലം. അന്നൊരു ദിവസം ഉസ്താദ് വാളിൽ പറയുകയാണ്, ഖുർആനിന്റെ മഹത്വം പറയുമ്പോ പറയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് എഴുതി കൊടുക്കാൻ വേണ്ടി ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു ഒരു പിഞ്ഞാണം കൊണ്ടുവരാൻ പറഞ്ഞു. പിഞ്ഞാണം കൊണ്ടുവരാൻ പറഞ്ഞത് എന്തിനാണ്? ഖുർആനിൽ അല്പം എഴുതിയിട്ട് അത് മയച്ച് കുടിക്കാൻ വേണ്ടി കൊടുക്കാനാണ്. നമ്മളെ പഴയ കാലത്ത് എഴുതി കൊടുക്കാന്ന് പറയും. അങ്ങനെ എഴുതി കൊടുക്കാൻ ഒരു പിഞ്ഞാണം കൊണ്ട് കൊടുത്തു. ഞാൻ ഒരു കിതാബിലും ഇന്നുവരെയും അത് കണ്ടിട്ടില്ല. കണാരണ്ടി ഉസ്താദിന്റെ വാതിൽ കേട്ടതാണ്. ഉസ്താദ് അവറുകൾ അന്ന് പറഞ്ഞതാണ്, അന്ന് ഖുർആൻ എഴുതി കൊടുക്കാൻ പിഞ്ഞാണം കൊണ്ട് കൊടുത്തു. ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു ബിസ്മിയുടെ ബാ എഴുതി തുടങ്ങുമ്പോൾ പിഞ്ഞാണം പൊട്ടിപ്പോയി. വീണ്ടും വേറൊരു പുതിയ പിഞ്ഞാണം കൊണ്ട് കൊടുത്തു. ബഹുമാനപ്പെട്ടവര് ബിസ്മില്ലാഹിയുടെ ബാ എഴുതുമ്പോ ആ പിഞ്ഞാണവും പൊട്ടിപ്പോയി. വേറെ ഒരു പിഞ്ഞാണം കൊണ്ട് കൊടുത്തു, അതും ബാ എഴുതുമ്പോഴേക്ക് പൊട്ടിപ്പോയി. പിന്നെ മഹാനവറുകൾ അല്പം വെള്ളമോ മറ്റോ മന്ത്രിച്ചു കൊടുത്തു. ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു എഴുതുന്ന ഒരു ബിസ്മിയുടെ ബാ താങ്ങാൻ കഴിയുന്ന പ്ലേറ്റ് ഇല്ല. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ, അതാ പർവ്വതത്തിന്റെ മേലെ ഇറങ്ങിയാൽ പൊട്ടിപ്പിളർന്നു പോകും എന്ന് റബ്ബ് പറഞ്ഞില്ലേ? ഓരോരുത്തരും അത് കൈകാര്യം ചെയ്യുമ്പോൾ ആളുകളുടെ മഹത്വം അനുസരിച്ച് അതിന് ഫലമാണ്. അതുകൊണ്ടാണ് സഹീഹുൽ ബുഖാരിയിൽ വിഷം തീണ്ടിയിട്ട് ബോധമില്ലാതെ കിടക്കുന്ന നാട്ടിലെ പ്രധാനിയെ ഫാത്തിഹ ഓതി മന്ത്രിച്ചപ്പോൾ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്നു. നമ്മൾ ചിലപ്പോൾ ഓതിയിട്ട് ഫലം കാണാത്തത് നമ്മളെ കുഴപ്പമാണ്, ഖുർആനിന്റെ കുഴപ്പമല്ല. ആ ഖുർആനെ സംബന്ധിച്ച് ഹദീസിൽ വന്നില്ലേ, ലൗ കുതിബൽ ഖുർആനു ഫീ ഇഹാബിൻ, ഒരു തോലിൽ ഖുർആൻ എഴുതിയിട്ട് അതാ എന്നിട്ട് അതിന് ശേഷം ആ എഴുതിയത് തീയിലിടപ്പെട്ടാൽ ثم ألقي في النار محترقا, ആ തോല് കരിയൂല. ഖുർആൻ എഴുതപ്പെട്ട തോല് കരിയൂല. ഹദീസിൽ അങ്ങനെ കാണാം എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ നമ്മളാരെങ്കിലും ഖുർആൻ എഴുതിയിട്ട് കൊണ്ടുപോയിട്ടാൽ ചിലപ്പോൾ കരിഞ്ഞു വരും, ചിലപ്പോൾ കരിഞ്ഞില്ല എന്ന് വരാം, കരിഞ്ഞു വരും. നമ്മളങ്ങനെ എഴുതിയിട്ട് പരിശോധിക്കാനും വെല്ലുവിളിക്കാനൊന്നും പാടില്ല. അത് വേറൊരു വിഷയമാണ്. ഇപ്പൊ നബി തങ്ങൾ പറഞ്ഞതിന്റെ മാന എന്താണ്? അതിന്റെ മാന പണ്ഡിതന്മാർ പലതൽക്കും വിശദീകരിച്ചു. ചിലപ്പോ എല്ലാം കത്തിയിട്ട് മുസ്ഹഫ് മാത്രം കത്താതെ ചില സ്ഥലത്ത് ബാക്കിയാകാറുണ്ട്. അങ്ങനെ ചില സംഭവങ്ങളുണ്ട്. എന്നാൽ അതിന്റെ ഒരു മാന പണ്ഡിതന്മാര് പറഞ്ഞു, ഖുർആൻ എഴുതിയ തോല് തന്നെ കരിയൂലെങ്കിൽ പിന്നെ ഖുർആൻ മനഃപ്പാഠമാക്കിയവര്, ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവര്, ഖുർആൻ മനസ്സിലേക്ക് ശരിക്കും കടത്തിയവര്, അവരല്ലാന്റെ നരകത്തിലിട്ട് കരിക്കൂല. അതാണ് ആ ഹദീസിന്റെ ഒരു വിശദീകരണം എന്ന് ഇമാമിങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആ പരിശുദ്ധ ഖുർആൻ അതനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി. ഖുർആൻ ഇറക്കിയിട്ട് എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. ആ പരിശുദ്ധ ഖുർആൻ ഖിയാമത്ത് നാൾ വരെ സംരക്ഷിക്കും എന്ന് അല്ലാഹു തആല അവന്റെ ഖുർആനിൽ പ്രഖ്യാപിക്കുകയും ചെയ്യും. അല്ലാഹു ഖുർആൻ സംരക്ഷിക്കൽ എങ്ങനെയാണ്? അത് എല്ലാ വിധത്തിലുമാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഖുർആനിന്റെ ആശയം പരിപൂർണമായി ഖിയാമത്ത് നാൾ വരെ അല്ലാഹു തആല ഇവിടെ നിലനിർത്തും. ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. لا تزول طائفة من أمتي ظاهرين على الحق لا يضرهم من خالفهم
അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് സത്യത്തിന്റെ മേൽ ജീവിക്കുന്ന ഒരു വിഭാഗം ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. ഖിയാമത്ത് നാൾ വരെ സത്യത്തിന്റെ മേൽ ജീവിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാകും. അങ്ങനെ ഒരു വിഭാഗത്തെ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവരായി അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തും. മറ്റൊന്ന്, പരിശുദ്ധ ഖുർആനിൽ എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, വേറെ ഒന്നും ശ്രദ്ധിക്കാതെയും സംസാരിക്കാതെയും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ പറയുന്ന കാര്യം നമ്മുടെ ഇൽമാണല്ലോ, അത് നല്ല അദബോടെ ഗുരുത്വത്തോടെ കേൾക്കേണ്ട വിഷയമാണ്. അല്ലാഹു തആല എല്ലാവർക്കും നമ്മുടെ നാട്ടിലും ഈ സ്ഥലത്തും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ യുവാക്കളിലും പ്രായമുള്ളവരിലും സ്ത്രീകളിലും പുരുഷന്മാരിലും കുട്ടികളിലും നമ്മുടെ എല്ലാ വിഷയത്തിലും അല്ലാഹു എല്ലാ ഖൈറും ബർക്കത്തും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗം ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. മറ്റൊന്ന്, പരിശുദ്ധ ഖുർആൻ അതിന്റെ ഒരു വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസമില്ലാതെ ഖിയാമത്ത് നാൾ വരെ അത് നിലനിൽക്കും. വേറെ ഒരു മുഅ്ജിസത്തുകൾക്കും അങ്ങനെ ഒരു മഹത്വം ഇല്ല. മുമ്പ് കാലത്ത് അമ്പിയാക്കൾക്ക് തൗറാത്ത്, ഇഞ്ചീല്, സബൂർ അങ്ങനെ പല ഗ്രന്ഥങ്ങളും ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളാണ്. അതിൽ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്. വിശ്വസിച്ചില്ലെങ്കിൽ നമ്മുടെ ഈമാനിന് കേടുവരുന്നതാണ്. എന്നാൽ ഇപ്പോൾ നമുക്ക് ഒറിജിനൽ തൗറാത്ത് കിട്ടുകയില്ല, ഒറിജിനൽ ഇഞ്ചീൽ കിട്ടുകയില്ല, ഒറിജിനൽ സബൂർ കിട്ടുകയില്ല. അതെല്ലാം ആരെല്ലാമോ ഏതെല്ലാമോ ഭാഷകളിലേക്ക് മാറ്റി അവരുടെ വകയിൽ പലതും കൂട്ടിയും കുറച്ചും എഴുതി വെച്ചത് അല്ലാതെ 100% അംഗീകരിക്കാൻ പറ്റുന്ന വിധത്തിൽ പൂർണ്ണമായി സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇതുപോലെ അമ്പിയാക്കൾക്ക് അപ്പോൾ വന്നിരുന്ന മുഅ്ജിസത്തുകൾ ഉണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ വടി, അതുപോലെ ബഹുമാനപ്പെട്ട സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഒട്ടകം, വലിയ അത്ഭുതങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ആ ഒട്ടകത്തെ നമുക്ക് കാണാൻ ഇല്ല. മൂസാ നബി അലൈഹിസ്സലാമിന്റെ വടി, അതിന്റെ അത്ഭുതം ഇപ്പോൾ കാണുന്നില്ല. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തന്നെ പല സമയങ്ങളിലും പലർക്കും ബോധ്യപ്പെടുത്താൻ വേണ്ടി ഉണ്ടായ ധാരാളം മുഅ്ജിസത്തുകൾ ഉണ്ട്. ജാഅതി ലിദഅവതിഹിൽ അസ്ജാറു സാജിദതൻ തംശി ഇലൈഹി അലാ സഖിം ബിലാ ഖദമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചപ്പോൾ മരം നന്നായി നടന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്ത് വന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ നിന്നുകൊടുത്തു. അതുപോലെ പല ജീവികളും സംസാരിച്ചു. ചന്ദ്രൻ കൈകൊണ്ട് ചൂണ്ടിയപ്പോൾ മക്കയിലെ മുശ്രിക്കീങ്ങൾ ഞങ്ങൾ നബിയാണ് എന്നതിന് തെളിവ് വേണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ കൈകൊണ്ട് മേൽഭാഗത്തേക്ക് ചൂണ്ടിയപ്പോൾ ചന്ദ്രൻ പിളർന്നതായി എല്ലാവരും കണ്ടു. അങ്ങനെ അൽബദുറു ശുഖ്ഖ ബി അംരിഹി വശംസു ഇദ് غربت له ردت بغير تردد يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي. ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തു. സഹീഹുൽ ബുഖാരിയിൽ അത് കാണാം. അതൊന്നും ഇപ്പോൾ നമുക്ക് ഇവിടെ മുഅ്ജിസത്തായി മറ്റൊരാളെ വെല്ലുവിളിക്കാനോ വേറെ ഒരാൾക്ക് ബോധ്യപ്പെടുത്താനോ പറ്റുന്ന വിധത്തിൽ ഇല്ല. വെല്ലുവിളിക്കാൻ പറ്റുന്ന വിധത്തിൽ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന മുഅ്ജിസത്ത് അത് പരിശുദ്ധ ഖുർആൻ മാത്രമാണ്. അതാണ് ദാമത്തുൽ ലദൈന ഫഫാഖത് കുല്ല മുഅ്ജിസത്തിൻ മിനൻ നബിയ്യീന ഇദ്
ജാഅത് വലം തദുമി എന്ന് ബുർദയിൽ ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പാടിയത് പരിശുദ്ധ ഖുർആൻ. അത് ഏത് കാലത്തും ഇന്നും ഖുർആനിന്റെ വെല്ലുവിളി ലോകത്ത് അന്തരീക്ഷത്തിൽ മുഴങ്ങുകയാണ്. ഇതുപോലെ ഒരു ഖുർആൻ അല്ലെങ്കിൽ ഈ ഖുർആനിലുള്ള ഒരു ചെറിയ സൂറത്തിന്റെ വലിപ്പത്തിലെങ്കിലുമുള്ള ഒരു സൂറത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊണ്ടുവരാൻ കഴിയുമോ? ആ വെല്ലുവിളി ഇപ്പോഴും ഉയരുകയാണ്. ആർക്കും ഇസ്ലാമിന്റെ ഒരു ശത്രുവിനും ഖുർആനിന്റെ ഒരു വിമർശകനും ഇന്ന് വരെ ആ വെല്ലുവിളി നേരിടാൻ കഴിഞ്ഞിട്ടില്ല. ആ നിലക്ക് എന്നും വെല്ലുവിളി സ്വഭാവത്തോടുകൂടി നിലനിൽക്കുന്ന ഒരേ ഒരു മുഅ്ജിസത്ത് അതാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ അതില്ലാതെ ഒരു മുസ്ലിമിന് ജീവിതം ഇല്ല. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ബഹുമാനമുള്ള സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹ ഏത് മനുഷ്യരും ഒരു ദിവസം ബുദ്ധിയും ശുദ്ധിയുമുണ്ടെങ്കിൽ ഖിബിലക്ക് തിരിഞ്ഞ് അതേ 17 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഒരു ദിവസം ഓതണം. ഏകദേശം 7 മണിക്കൂറോളം ഒരു ദിവസം ഒരു മനുഷ്യന് ഉറക്കം സംഭവിക്കും, അല്ലെങ്കിൽ ഉറങ്ങേണ്ടി വരും. ആ 7 കഴിച്ച് ബാക്കിയുള്ള 17 മണിക്കൂറിൽ 1 മണിക്കൂറിന് ഒരു ഫാത്തിഹ ഓതിയിരിക്കണം പരിശുദ്ധ ഖുർആനിൽ നിന്ന് സൂറത്തുൽ ഫാത്തിഹ. അതുപോലെ നമുക്കറിയാം, നമ്മൾ ആര് മരിച്ചാലും ആ മരിച്ച മയ്യത്തിന് പുറത്തു കൊടുക്കാൻ വേണ്ടി നിസ്കാരം നിർവഹിക്കുന്നു. ആ നിസ്കാരം നിർവഹിക്കുമ്പോൾ സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് വേണം, സലാത്തും ചൊല്ലിയിട്ട് വേണം ആ മയ്യത്തിന് പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ ഖുർആൻ മുൻനിർത്തിയിട്ടാണ് മരിച്ച മയ്യത്തിന് വേണ്ടിയുള്ള ദുആ. ഇനിയൊരു മയ്യത്തിനെ കൊണ്ടുപോയി ഖബറിൽ വെച്ചാൽ ഖബറിൽ വെച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യത്തിൽ ഒരു ചോദ്യം, വമാ ഇമാമുക, നീ പിന്തുടരുന്ന ഗ്രന്ഥം ഏതാണ്? നീ പിന്തുടരുന്ന, നീ ഫോളോ ചെയ്യുന്ന, നീ പിന്തുടരുന്ന നിന്റെ ഗ്രന്ഥം എന്താണ്? അപ്പോൾ വൽ ഖുർആനു ഇമാമീ, ഖുർആനാണ് എൻ്റെ ഇമാമ്. ഖുർആൻ ഫോളോ ചെയ്തുകൊണ്ടാണ്, ഖുർആൻ പിന്തുടർന്നുകൊണ്ടാണ് എൻ്റെ ജീവിതം എന്ന് ആ ഖബറിൽ നിന്ന് മറുപടി പറയേണ്ടി വരും. പറഞ്ഞവനെ രക്ഷപ്പെടുകയുള്ളൂ. അവിടെയും ഖുർആൻ വരികയാണ്. ഇനി നിങ്ങൾ നോക്കൂ, പടച്ചറബിന്റെ കോടതിയിൽ മുഴുവൻ ആളുകളെയും ഹാജരാക്കപ്പെടുന്ന ദിവസം, ലാ തസ്ഖുലു ഖദമ ബിനി ആദമ ഹത്താ യുസ്അല അൻ ഖംസിൻ, 5 കാര്യങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ഒരു മനുഷ്യന്റെ കാലും നീങ്ങൂല, നീക്കി വെക്കാൻ കഴിയൂല. ആ കോടതിയിൽ വെച്ച് അതാ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അൻ ഉംരിഹി ഫീമ അഫ്നാ, ആയുസ് ഏത് വിഷയത്തിലാണ് തീർത്തു കളഞ്ഞത്? വഅൻ ശബാബിഹി ഫീമ അബ്ലാ, യുവത്വം ഏത് വിഷയത്തിലാണ് നശിപ്പിച്ചു കളഞ്ഞത്? വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖാ, നിന്റെ ധനം നീ എങ്ങനെയാണ് സമ്പാദിച്ചത്? നിന്റെ ധനം ഏത് വിഷയത്തിലാണ് ചെലവഴിച്ചത്? അതിന്റെ മറുപടി പറയാതെ ഒരു മനുഷ്യന്റെ കാലും നീക്കിവെക്കാൻ കഴിയില്ല. വഅൻ ഇൽമിഹി മാദാ അമില ഫീമാ അലിമ, അറിഞ്ഞതനുസരിച്ച് എന്താണ് പ്രവർത്തിച്ചത്? അതിന് മറുപടി പറയാതെ ഒരാളെ കാലും നീക്കിവെക്കാൻ കഴിയില്ല. ഈ 5 കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന റബ്ബിന്റെ കോടതിയിൽ മനുഷ്യന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ ഒരു മാർഗം പരിശുദ്ധ ഖുർആനാണ്. ഖുർആൻ ഓതിയവൻ, ഖുർആൻ അനുസരിച്ച് ജീവിച്ചവൻ, ഖുർആൻ അല്ലാഹുവേ എന്നെ ഓതിയവനാണവൻ, എന്നെ ബഹുമാനിച്ചവനാണവൻ, എന്നെ അംഗീകരിച്ചവനാണവൻ, എന്നെ ഫോളോ ചെയ്തവനാണവൻ. അതുകൊണ്ടവനെ ശിക്ഷിക്കല്ലേ. പരിശുദ്ധ ഖുർആൻ
ഗുണമായി സാക്ഷി നിൽക്കുന്നവർ, ഖുർആൻ ശഫാഅത്ത് ചെയ്യുന്നവർ രക്ഷപ്പെട്ടുപോയി. അവിടെയും ഖുർആൻ, ആ പരിശുദ്ധ ഖുർആൻ സ്വർഗത്തിലെത്തിയാൽ ഏറ്റവും നല്ല ഈണത്തോടെ ഖുർആൻ ആ സ്വർഗത്തിൽ നിന്ന് കേൾക്കുകയാണ്. എന്തൊരു മധുരമുള്ള ഓത്താണ്. അവിടെയും ഖുർആൻ അത് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും ആദരിക്കുന്ന ഗ്രന്ഥം, അവൻ വല്ലാതെ ബഹുമാനിക്കുന്ന ഗ്രന്ഥം, അവന്റെ മനസ്സിലെ ഏറ്റവും പതിഞ്ഞ ഗ്രന്ഥം അതാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ വരുന്ന മാറ്റങ്ങളോ വരുത്തുന്ന മാറ്റങ്ങളോ ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. നല്ല കടുകടുത്ത പാറ കൊണ്ടുള്ള വലിയ മല, ആ മലയുടെ മേലെ ഖുർആൻ ഇറക്കുകയാണെങ്കിൽ പടച്ചവനെ ഭയപ്പെട്ട് പൊട്ടിപ്പിളർന്നു പോകുമെന്നാണ് ഖുർആൻ തന്നെ പറയുന്നത്. വല്ലാത്ത ഫലമുള്ള ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ. അത് ഓതി മന്ത്രിക്കുമ്പോൾ വിഷം ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങിയ വിഷമിറക്കിയ സഹാബത്ത് 30ഓളം ആടുകളെ അതാ കൂലി വാങ്ങുകയാണ്. അതിന് നബിതങ്ങൾ അംഗീകാരം കൊടുക്കുകയാണ്. ഇമാം ബുഖാരി അത് സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്നിട്ട് റബ്ബിന്റെ ഹബീബായ നബിതങ്ങൾ പറഞ്ഞില്ലേ, അതേ അഹഖു മാ അഖൽതും അലൈഹി അജ്റൻ കിതാബുല്ലാഹ്. നിങ്ങൾക്ക് ഓതിയിട്ട് കൂലി വാങ്ങാൻ ഏറ്റവും പറ്റിയ സാധനം അത് റബ്ബിന്റെ കിതാബായ ഖുർആനാണ്. കാരണം ഖുർആൻ കൊണ്ട് ജോലിയാകുന്നതിനേക്കാൾ മുന്തിയ വേറെ ഒരു ജോലിയില്ല, വേറെ ഒരു പണിയില്ല. ഖുർആനിലെ ഒരൊറ്റ ബിസ്മി, ആ ബിസ്മി പഠിപ്പിച്ചതിന് കൂലി കൊടുക്കാൻ ലോകത്തൊരു മുതലാളിക്കും കഴിയൂല. ബിസ്മിയുടെ ഒരൊറ്റ ബാ ഞാനിപ്പോഴും ഓർമ്മിക്കുകയാണ്. ബഹുമാനപ്പെട്ട മർഹൂം കണാരണ്ടി ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഞാൻ അവിടുത്തെ ഇങ്ങനെ സദസ്സിൽ വന്ന് ഇരുന്ന് കേൾക്കുന്ന എന്റെ കുട്ടിക്കാലം. അന്നൊരു ദിവസം ഉസ്താദ് വാളിൽ പറയുകയാണ്, ഖുർആനിന്റെ മഹത്വം പറയുമ്പോ പറയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് എഴുതി കൊടുക്കാൻ വേണ്ടി ഇബ്നു അതാഇസ്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു ഒരു പിഞ്ഞാണം കൊണ്ടുവരാൻ പറഞ്ഞു. പിഞ്ഞാണം കൊണ്ടുവരാൻ പറഞ്ഞത് എന്തിനാണ്? ഖുർആനിൽ അല്പം എഴുതിയിട്ട് അത് മയച്ച് കുടിക്കാൻ വേണ്ടി കൊടുക്കാനാണ്. നമ്മളെ പഴയ കാലത്ത് എഴുതി കൊടുക്കാന്ന് പറയും. അങ്ങനെ എഴുതി കൊടുക്കാൻ ഒരു പിഞ്ഞാണം കൊണ്ട് കൊടുത്തു. ഞാൻ ഒരു കിതാബിലും ഇന്നുവരെയും അത് കണ്ടിട്ടില്ല. കണാരണ്ടി ഉസ്താദിന്റെ വാതിൽ കേട്ടതാണ്. ഉസ്താദ് അവറുകൾ അന്ന് പറഞ്ഞതാണ്, അന്ന് ഖുർആൻ എഴുതി കൊടുക്കാൻ പിഞ്ഞാണം കൊണ്ട് കൊടുത്തു. ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു ബിസ്മിയുടെ ബാ എഴുതി തുടങ്ങുമ്പോൾ പിഞ്ഞാണം പൊട്ടിപ്പോയി. വീണ്ടും വേറൊരു പുതിയ പിഞ്ഞാണം കൊണ്ട് കൊടുത്തു. ബഹുമാനപ്പെട്ടവര് ബിസ്മില്ലാഹിയുടെ ബാ എഴുതുമ്പോ ആ പിഞ്ഞാണവും പൊട്ടിപ്പോയി. വേറെ ഒരു പിഞ്ഞാണം കൊണ്ട് കൊടുത്തു, അതും ബാ എഴുതുമ്പോഴേക്ക് പൊട്ടിപ്പോയി. പിന്നെ മഹാനവറുകൾ അല്പം വെള്ളമോ മറ്റോ മന്ത്രിച്ചു കൊടുത്തു. ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു എഴുതുന്ന ഒരു ബിസ്മിയുടെ ബാ താങ്ങാൻ കഴിയുന്ന പ്ലേറ്റ് ഇല്ല. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ, അതാ പർവ്വതത്തിന്റെ മേലെ ഇറങ്ങിയാൽ പൊട്ടിപ്പിളർന്നു പോകും എന്ന് റബ്ബ് പറഞ്ഞില്ലേ. ഓരോരുത്തരും അത് കൈകാര്യം ചെയ്യുമ്പോൾ ആളുകളുടെ മഹത്വം അനുസരിച്ച് അതിന് ഫലമാണ്. അതുകൊണ്ടാണ് സഹീഹുൽ ബുഖാരിയിൽ വിഷം തീണ്ടിയിട്ട് ബോധമില്ലാതെ കിടക്കുന്ന നാട്ടിലെ പ്രധാനിയെ ഫാത്തിഹ ഓതി മന്ത്രിച്ചപ്പോൾ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്നു. നമ്മൾ ചിലപ്പോൾ ഓതിയിട്ട് ഫലം കാണാത്തത് നമ്മളെ കുഴപ്പമാണ്, ഖുർആനിന്റെ കുഴപ്പമല്ല. ആ ഖുർആനെ സംബന്ധിച്ച് ഹദീസിൽ വന്നില്ലേ,
ലൗ കുതിബൽ ഖുർആനു ഫീ ഇഹാബിൻ, ഒരു തോലിൽ ഖുർആൻ എഴുതിയിട്ട് അതാ എന്നിട്ട് അതിന് ശേഷം ആ എഴുതിയത് തീയിലിടപ്പെട്ടാൽ ثم ألقي في النار محترقا, ആ തോല് കരിയൂല. ഖുർആൻ എഴുതപ്പെട്ട തോല് കരിയൂല. ഹദീസിൽ അങ്ങനെ കാണാം എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ നമ്മളാരെങ്കിലും ഖുർആൻ എഴുതിയിട്ട് കൊണ്ടുപോയിട്ടാൽ ചിലപ്പോൾ കരിഞ്ഞു വരും, ചിലപ്പോൾ കരിഞ്ഞില്ല എന്ന് വരാം, കരിഞ്ഞു വരും. നമ്മളങ്ങനെ എഴുതിയിട്ട് പരിശോധിക്കാനും വെല്ലുവിളിക്കാനൊന്നും പാടില്ല. അത് വേറൊരു വിഷയമാണ്. ഇപ്പൊ നബി തങ്ങൾ പറഞ്ഞതിന്റെ മാന എന്താണ്? അതിന്റെ മാന പണ്ഡിതന്മാർ പലതൽക്കും വിശദീകരിച്ചു. ചിലപ്പോ എല്ലാം കത്തിയിട്ട് മുസ്ഹഫ് മാത്രം കത്താതെ ചില സ്ഥലത്ത് ബാക്കിയാകാറുണ്ട്. അങ്ങനെ ചില സംഭവങ്ങളുണ്ട്. എന്നാൽ അതിന്റെ ഒരു മാന പണ്ഡിതന്മാര് പറഞ്ഞു, ഖുർആൻ എഴുതിയ തോല് തന്നെ കരിയൂലെങ്കിൽ പിന്നെ ഖുർആൻ മനഃപ്പാഠമാക്കിയവര്, ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവര്, ഖുർആൻ മനസ്സിലേക്ക് ശരിക്കും കടത്തിയവര്, അവരല്ലാന്റെ നരകത്തിലിട്ട് കരിക്കൂല. അതാണ് ആ ഹദീസിന്റെ ഒരു വിശദീകരണം എന്ന് ഇമാമിങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആ പരിശുദ്ധ ഖുർആൻ അതനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശഅബാൻ മാസമായാൽ മുസ്ലിമീങ്ങളെ പതിവ്, സഹാബത്തിന്റെ കാലത്ത് ഉള്ള പതിവ്, ഇൻകബൂലൽ മസാഹിഫി, അവർ മുസ്ഹഫിലേക്ക് മുഖം കുത്തും. ശഅബാനിൽ തന്നെ ധാരാളം ഖുർആൻ ഓതും. ശഅബാൻ മാസം അള്ളാഹുവിനോട് പറഞ്ഞു, പഠിച്ചവനെ, റജബ് വലിയ ബഹുമാനമുള്ള മാസം ഒരു ഭാഗത്ത്, റമദാൻ വലിയൊരു ബഹുമാനമുള്ള മാസം ഇപ്പുറത്ത്, ഞാൻ ഇതിന്റെ നടുവിലാണല്ലോ അല്ലാഹ്, എന്താ നീ എന്നെ കൊണ്ട് ഉദ്ദേശിച്ചത്? അള്ളാഹു പറഞ്ഞു, നിന്നിൽ ഞാൻ ഖുർആൻ ഓത്ത് വെച്ചിരിക്കുന്നു. ഖുർആൻ ഓത്ത് നിന്നിൽ ധാരാളം ഓതുന്ന ആളുകൾ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ പറയാണ്, ശഅബാൻ മാസം കുറച്ചേ ബാക്കിയുള്ളൂ. ഖുർആൻ ധാരാളം ഇപ്പൊ തന്നെ ഓതണം. റമദാൻ ആകാത്ത കരുത്, ഇപ്പൊ തന്നെ ധാരാളം ഖുർആൻ ഓതണം. മുൻഗാമികളായ മഹാന്മാർ അങ്ങനെയാണ്. ഈ മഹത്തായ പരിശുദ്ധ ഖുർആൻ, അതിലുള്ള എല്ലാ ആശയങ്ങളും ശരിയായ ആശയം, ലോകത്തൊരാൾക്കും തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റാത്ത ആശയം. അതാണല്ലോ യാസീൻ വൽ ഖുർആനിൽ ഹകീം. ഈ ഭദ്രമായ ഖുർആൻ സാക്ഷി, ഖുർആനിനെ സത്യം ചെയ്ത് പറയട്ടെ, ഇന്നക ലമിനൽ മുർസലീൻ, ഓ നബിയേ, തങ്ങൾ നിശ്ചയമായും അല്ലാഹു നിയോഗിച്ച മുർസലീങ്ങളിൽപ്പെട്ട ആളാണ്. ഖുർആനാണ് അതിന് സാക്ഷി. നബി തങ്ങൾ റസൂലാണ് എന്നതിന്റെ തെളിവ് ഖുർആനാണ്. ഇത് തന്നെയാണ് വേറൊരു സൂറത്തിലും അല്ലാഹു തആല പറഞ്ഞ, അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ, റഹ്മാനായ അല്ലാഹു ഖുർആനിനെ അടയാളമാക്കി വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്നതിന്റെ അടയാളമാണ് ഖുർആൻ. അപ്പൊ ഖുർആൻ എന്ന് പറയുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവൻ ആദരിക്കുന്നു. ഒന്നുമില്ലാതെ തൊടാൻ പറ്റൂല, ജനാബത്തോടുകൂടി ഓതാൻ പറ്റൂല, ഹൈലുള്ള സ്ത്രീക്ക് ഓതാൻ പറ്റൂല. ഇങ്ങനെ എല്ലാ ബഹുമാനവും നൽകുന്ന ഖുർആൻ. ഇന്നാളൊരു ദിവസം കുറ്റ്യാടിയിൽ നമ്മളെ പുതിയ പള്ളിയിൽ പള്ളി നിർമ്മിച്ചിട്ട് അതിന് ശേഷം ഒരാൾ കാണാൻ വന്നു. നമ്മുടെ ഈ ഭാഗത്തുള്ള ഒരാളാണ്. അദ്ദേഹം വന്നിട്ട് കണ്ടുപോയതിന് ശേഷം എന്നോട് പറഞ്ഞു, പള്ളിയിൽ മുസ്ഹഫ് വെക്കാനുള്ള സ്ഥലമില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ജനലുമിലൊക്കെ മുസ്ഹഫ് വെച്ചിട്ട് വല്ലാത്തൊരു സങ്കടം ഉസ്താദേ, അതിനെത്താ പൈസ വേണ്ടി വെച്ചാൽ ഞാൻ തരും, നിങ്ങൾ പെട്ടിയൊക്കെ ഉണ്ടാക്കണം, അതിന് വേണ്ട സംവിധാനം ചെയ്യണം. പെട്ടി ഇങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ്, പൈസ അയാളോട് വാങ്ങിയില്ല, ഇൻഷാ അല്ലാഹ് വാങ്ങണം. ഞാൻ പറഞ്ഞു വരുന്നത്, ഖുർആനെ ബഹുമാനിക്കാത്ത ഒരൊറ്റ മോമിനും ഉണ്ടാവില്ല. നമ്മൾ ഖുർആൻ നല്ല ബഹുമാനത്തോടെ വെക്കണം. ഇടയ്ക്ക് ഞാൻ പറയാണ്, നമ്മളെ വീട്ടിലൊക്കെ ചിലപ്പോ ഈ ബർത്ത് അടിച്ചിട്ടുണ്ടാവും. ഈ ബർത്ത് അടിച്ച് വാർത്ത ചില വീടുകളുണ്ടാവും. പഴയ പായ, പഴയ സാധനങ്ങൾ, ചൂല്, ഇങ്ങനത്തെ പലതും അതിന്റെ മുകളിൽ ബർത്തിന്റെ മുകളിൽ കൊണ്ടുവെക്കും. കൂട്ടത്തിൽ പഴയ മുസ്ഹഫും കൊണ്ടുപോയി വെക്കും ചിലർ. ഒരിക്കലും അങ്ങനെ വെക്കാൻ പാടില്ല. മുസ്ഹഫ് അത്തരത്തിലുള്ള പഴയ സാധനം വെക്കണ്ട. പഴയ മുസ്ഹഫ് ആയിക്കോട്ടെ, എന്നാലും അത് വെക്കുന്നത് നമുക്ക് ഓതാൻ പറ്റാത്തതാണെങ്കിൽ തന്നെ വളരെ ബഹുമാനാദരവോടുകൂടി നല്ല വൃത്തിയുള്ള സ്ഥലത്ത് മാത്രമേ മുസ്ഹഫ് വെക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ വലിയ മുസീബത്തറവും. മുസ്ഹഫിനോട് വലിയ ബഹുമാനം, ആദരവ് പ്രകടിപ്പിക്കണം. കൈ പിടിക്കും വരെ കഴിയുന്നതും നെഞ്ഞോട് കൂട്ടിപ്പിടിക്കണം. ഒതുവില്ലാതെ എടുക്കാൻ പറ്റൂല, തൊടാൻ പറ്റൂല. ആദരവെല്ലാം നമ്മൾ പ്രകടിപ്പിക്കണം. ഇപ്പോഴേ നമ്മുടെ ഈമാൻ അല്ലാഹു തആല നമുക്ക് സലാമത്താക്കി തരും. അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഈമാൻ സലാമത്താക്കി തരണം. ഖുർആൻ അത് ഖിയാമത്ത് നാൾ വരെ മനഃപ്പാഠമാക്കുന്ന ധാരാളം ആളുകളെയും അല്ലാഹു തആല വെച്ചു. ലോകത്ത് ഏറ്റവും കൂടുതൽ മനഃപ്പാഠമുള്ള ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ. എത്ര ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് ആദ്യം മുതൽ അവസാനം വരെ മനഃപ്പാഠം. അങ്ങനെ ഒരു ഗ്രന്ഥം ലോകത്ത് വേറെ എവിടെയുമില്ല, ഉണ്ടാവുകയില്ല.
ആ മഹത്തായ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഒരു സ്ഥാപനം ഇവിടെ അൽഹംദുലില്ലാഹ് ഈ നാട് അള്ളാഹു ഒരുപാട് ബർക്കത്ത് ചെയ്ത നാടാണ്. ഇതിന്റെ പരിസരങ്ങളും അള്ളാഹു വലിയ ബർക്കത്ത് ചെയ്ത നാടാണ്. നമ്മുടെ നാട്ടിൽ എല്ലാ ബർക്കത്തുകളും അള്ളാഹു തആല നിലനിർത്തി തരികയും കൂടുതൽ അഭിവൃദ്ധി തരികയും ചെയ്യുമാറാകട്ടെ. ഇവിടെ അൽഹംദുലില്ലാഹ് പഴയകാലത്തെയുള്ള പള്ളിയുണ്ട്, പഴയകാലത്തെയുള്ള ഖബർസ്ഥാനിയുണ്ട്, പഴയകാലത്തെ സുന്നത്ത് ജമാഅത്തിന്റെ മോമിനീങ്ങളാണ്. വേറെ ഒരു പുത്തനാശയക്കാരും അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മുടെ ഈ മഹല്ലത്തിലും ഈ പ്രദേശത്തിലും ഇല്ല. എല്ലാവരും സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്നവരാണ്. അൽഹംദുലില്ലാഹ് ഈ പ്രദേശത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സദാ സമയവും ഓതി മനഃപ്പാഠമാക്കുന്ന ഒരു സ്ഥാപനം, അതും നമ്മളും നമ്മുടെ മുൻഗാമികളും കിടക്കേണ്ടുന്ന ഖബർസ്ഥാനോട് ചേർന്ന് നമുക്ക് നിർമ്മിക്കാൻ സാധിച്ചാൽ അതൊരു വലിയ നിഅമത്താണ് എന്നത് ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ല. കാരണം ഖബറിന്റെ അടുത്ത് ഖുർആൻ ഓതുക എന്ന് പറഞ്ഞാൽ അതിന് വലിയ ബഹുമാനമാണ്. ഖബറിലുള്ളവർക്ക് വലിയ കാര്യം ലഭിക്കുന്നതാണ്. ഇദാ ഖുരിയൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ കേട്ടാൽ തന്നെ റഹ്മത്ത് ലഭിക്കും എന്ന് ഖുർആൻ തന്നെ പറഞ്ഞു. ഖുർആൻ കേട്ടാൽ അതുകൊണ്ട് നമുക്ക് റഹ്മത്ത് ലഭിക്കും. അപ്പോൾ ഈ മഖ്ബറയുടെ സമീപത്ത് ഇവിടെ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഒരു സ്ഥാപനം നിർമ്മിക്കാൻ വേണ്ടി എൻ്റെ അടുക്കൽ ഈ സ്ഥലം കച്ചവടം ചെയ്ത സമയത്ത് തന്നെ എന്നോട് ഇവിടെയുള്ള 1-2 ആളുകൾ ഇങ്ങനെ ഒരു സ്ഥലം ഞങ്ങൾ എടുത്തിട്ടുണ്ട്, അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ഈ സ്ഥലം കണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷം തോന്നി. അപ്പോഴേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇവിടെ ഒരു ഖുർആൻ മനഃപ്പാഠമാക്കുന്ന സ്ഥാപനം വളരെ ഹൈറാണെന്നുണ്ടായിരുന്നു. ഈ അടുത്ത് നമ്മുടെ പ്രവർത്തകന്മാർ 1-2 ആളുകൾ വന്ന് അതിനെപ്പറ്റി മുഷാവറ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഖുർആൻ മനഃപ്പാഠമാക്കുന്ന സ്ഥാപനം തന്നെ ആരംഭിക്കാം എന്ന അഭിപ്രായം പറഞ്ഞു. അത് അവരും സ്വീകരിച്ചു, നിങ്ങളും സ്വീകരിച്ചു. അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഒരു ഖുർആൻ മനഃപ്പാഠമാക്കുന്ന സ്ഥാപനം ഇവിടെ നിർമ്മിച്ച് അവിടെ വെച്ച് മക്കൾ ഖുർആൻ മനഃപ്പാഠമാക്കി. ആ മനഃപ്പാഠമാക്കിയ മക്കൾ വിദേശത്തും നാട്ടിലും ഒക്കെ ഒരുപാട് പള്ളികളിൽ ഇമാമത്ത് നിന്ന് ഖുർആൻ 30 ഓതി തറാവീഹ് നിസ്കരിക്കുന്നതും അതുപോലെ ഖുർആൻ 30 ഓതി പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ കാണാൻ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും ഹിമ്മത്തും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഖുർആൻ ഗുണമായി സാക്ഷി നിൽക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഖുർആൻ ധാരാളം ഓതാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം. ശഅബാനിൽ തന്നെ അത് ധാരാളം ഓതണം എന്നാണ് ഞാൻ നിങ്ങളെ സൂചിപ്പിച്ചത്. റമദാനിൽ പിന്നെ പറയണ്ട. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ദിവസേന ഓരോ ഖത്മ് ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ദിവസം ഓതലുണ്ടായിരുന്നു. റമദാനായാൽ രാത്രിയിൽ ഖുർആൻ തീർത്തു ആദ്യം മുതൽ അവസാനം വരെ ഓതും. പകല് വേറെ അതൊരു കറാമത്താണ്, നമ്മളെ കൊണ്ട് കഴിയൂല. അത് വലിയൊരു കറാമത്താണ്. ഓരോരുത്തർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന കഴിവല്ലേ. ഇന്ന് 3 കുട്ടികളെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. നമ്മുടെ കുറ്റ്യാടിയിലെ കുലിയത്ത് തഹ്ഫീദുൽ ഖുർആൻ കോളേജിലെ ഉസ്താദുമാർ. അതിൽ 3 കുട്ടികൾക്ക് ഈ അടുത്ത് ഇവിടെ മുയ്പോത്തിനടുത്ത് ഒരു കേരളത്തിലുള്ള ഖുർആൻ മനഃപ്പാഠമാക്കുന്ന കോളേജിലെ കുട്ടികളെ വിളിച്ചൊരു മത്സരം ഉണ്ടായിരുന്നു. ആ മത്സരത്തിൽ 1ാം റാങ്ക് കിട്ടിയ, ഒന്നാമത്തെ ഫസ്റ്റ് കിട്ടിയ ആള്, 3rd കിട്ടിയ ആൾ എന്നൊക്കെ പറഞ്ഞാൽ 3 കുട്ടികൾ കൊണ്ടു. അതിലൊരു കുട്ടി അൽഹംദുലില്ലാഹ് ആ കുട്ടിക്ക് അല്ലാഹു തആല കൊടുത്തൊരു കഴിവ്, ആ കുട്ടി ചോടേന്ന് മേലോട്ട് ഓതും. ചോടേന്ന് മേലോട്ട് ഓതുക എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായെന്നറിയില്ല. ഉദാഹരണത്തിന് വലദ്ദാല്ലീൻ ഗൈറുൽ മഗ്ദൂബി അലൈഹിം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. ഇങ്ങനെ ഫാത്തിഹ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് ഓതാനാണ്. വേറെ ഒരൊറ്റ സൂറത്ത് അങ്ങനെ ഓതാനാവില്ല. ഫാത്തിഹ തന്നെ ചിലപ്പോൾ അങ്ങനെ ഓതുമ്പോൾ ഒന്ന് ആലോചിക്കേണ്ടി വരും. എത്ര ഓതിയതാ ഫാത്തിഹ നമ്മൾ. ഈ കുട്ടി, ഞാൻ ഇന്നാൾ എന്നോട് ഉസ്താദുമാർ പറഞ്ഞു ഈ കുട്ടി ചോടേത് മേലോട്ട് ഓതുന്നു. അപ്പോൾ ഞാൻ സൂറത്ത് യൂസുഫ് ഇപ്പോൾ ഈ ടെലിഫോണിൽ തന്നെ വേണമെന്ന് വെച്ചാൽ മുസൈഫിട്ടുള്ളൂ എടുത്ത് കൈ പിടിച്ചിട്ട് ഓതാൻ പറയും. കുട്ടി സൂറത്ത് യൂസുഫ് ഇങ്ങനെ അങ്ങോട്ട് മേലോട്ട് ഓരോ ആയത്തും ഇങ്ങനെ ഓതി. വലിയ സന്തോഷമായി. ഞാൻ സമ്മാനമൊക്കെ കൊടുത്ത് എന്നിട്ട് ഞാൻ പറഞ്ഞു ഈ കുട്ടീനെ ഒന്നുകൂടി ഉഷാറാക്കിയിട്ട് നമുക്ക് രംഗത്ത് കൊണ്ടുവരാം, ഇപ്പം രംഗത്ത് കൊണ്ടുവരണം. കുട്ടി ഇപ്പോൾ പഠിക്കുന്നുണ്ട് അവിടെ, ഇന്നും എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് അല്ലാഹു തആല ഓരോരുത്തർക്കും കൊടുക്കുന്ന കഴിവുകളാണ്. നമുക്കറിയില്ല എന്തൊക്കെ കഴിവാണ് ഓരോരുത്തർക്ക് അല്ലാഹു തആല കൊടുക്കുന്നതെന്ന് അറിയാം. അതേ സമയത്ത് എത്ര പഠിച്ചാലും തലയിൽ കയറാത്തവൻ അത് വേറെയും ഉണ്ടാവും. ഒക്കെ സ്വാഭാവികമാണ്. എല്ലാവരും അല്ലാഹു ഒരുപോലെ പഠിച്ചിട്ടില്ല. എല്ലാവർക്കും അല്ലാഹു ഒരു ഡ്യൂട്ടി തീരുമാനിച്ചിട്ടില്ല. അല്ലാഹു ഓരോരുത്തർ ഓരോ പണിക്ക് അങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ പറയാം, നമ്മളിവിടെ ഈ വളയത്തും കുറ്റിക്കാട്ടിലും കുറുവന്തേരിക്കുള്ള എല്ലാവരും മൊയിലാറായി നിയോഗിക്കുക. പിന്നെ എങ്ങനെ നമ്മൾ ഇതെല്ലാം ഉണ്ടാക്കുക? കുറേ കച്ചവടക്കാർ വേണ്ടേ?
കുറെ ബിസിനസ്സുകാർ വേണ്ടേ, കുറെ കൃഷിക്കാരും, കുറെ ആരും കൃഷി ചെയ്യുന്നില്ല, എല്ലാവരും കച്ചവടക്കാരായി. പിന്നെ എങ്ങനെയാ നമ്മൾ ഇളനീ കുടിക്കുക, നമ്മളെങ്ങനെയാണ് ചോറ് തിന്നുക? കുറെ കൃഷിക്കാർ വേണം, കുറെ കച്ചവടക്കാർ വേണം, കുറെ തൊഴിലാളികൾ വേണം, എല്ലാം വേണം, എല്ലാവരും വേണം. എല്ലാവരും ഉണ്ടാകുമ്പോഴേ അള്ളാഹുവിന്റെ ദീനും നടക്കുള്ളൂ, ദുനിയാവും നടക്കുള്ളൂ. അപ്പൊ അള്ളാഹു തആല നമുക്ക് വലിയ നിഅമത്ത് ചെയ്ത ഈ പ്രദേശത്ത്, ഈ നാട്ടിലും പരിസരങ്ങളിലുമുള്ള എല്ലാ മുഅ്മിനീങ്ങളും ഒരു ഭിന്നതയും ഇല്ലാതെ എല്ലാവരും ചെറിയ ചെറിയ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ എന്തെങ്കിലും ഈ സംഘടനാപരമായ ആശയങ്ങളോ അതൊക്കെ മറന്നു കളയണം. മുഅ്മിനീങ്ങൾക്കിടയിൽ അതിന്റെ പേരിലൊന്നും തെറ്റുണ്ടാകാൻ പാടില്ല. മുഅ്മിനീങ്ങൾക്കിടയിൽ ഒരിക്കലും പരസ്പരം മിണ്ടാത്തവരോ, പരസ്പരം കണ്ടാൽ തിരിഞ്ഞു കളയുന്നവരോ, പരസ്പരം സലാം ചൊല്ലാൻ മടക്കാത്തവരോ അതൊന്നും മുഅ്മിനീങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. മുഅ്മിനീങ്ങളിൽ അങ്ങനെ ഉണ്ടാകണമെങ്കിൽ കള്ളുടിക്കുന്നവനായോണ്ട് ഞാനോട് മിണ്ടൂല, അല്ലെങ്കിൽ കടുത്ത വ്യഭിചാരിയായതുകൊണ്ട് മിണ്ടൂല, അല്ലെങ്കിൽ അവൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനാണെന്ന് മുജാഹിദ് ആയതുകൊണ്ട് മിണ്ടൂല, അല്ലെങ്കിൽ ആദം നബി അലൈഹി സ്വലാം മഹാകുറ്റം ചെയ്തു തന്നെ മൗദൂദിന്റെ ആളായതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിക്കാരനായതുകൊണ്ട് ഞാനോ സലാം മടക്കൂല. അതൊക്കെ പറ്റൂ. അത് അള്ളാഹിന്റെ ദീനിനു വേണ്ടി, അള്ളാഹ്ക്ക് വേണ്ടിയാണ്. വ്യക്തിപരമായ വിഷയത്തിന് വേണ്ടി നമ്മൾ ആരുമായിട്ടും തെറ്റാൻ പാടില്ല. എല്ലാവരും നല്ല ഐക്യത്തോടെ, സന്തോഷത്തോടെ, നല്ല മനസ്സോടെ, വിശാല മനസ്സോടെ ജീവിക്കണം. അതാണ് ഖുർആനിന്റെ ആശയം. ഒരാൾ ഇങ്ങോട്ട് തെറ്റ് ചെയ്താൽ ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ, നന്മ കൊണ്ട് തിന്മയെ ഉപരോധിക്കണം. ഇങ്ങോട്ട് തിന്മ ചെയ്താലും അങ്ങോട്ട് തിന്മയല്ല, അതിനെ നന്മ കൊണ്ട് ഉപരോധിക്കണം. അങ്ങനെ നല്ല മനസ്സോടുകൂടി എല്ലാവരും ഒത്തൊരുമിച്ച് ഈ മഹല്ലത്തിലും ഇതിന്റെ പരിസരങ്ങളിലുള്ള മഹല്ലുകളിലും ഒക്കെയുള്ള എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും ഒറ്റ മനസ്സോടുകൂടി ഇൻഷാ അല്ലാഹ് ഇവിടെ നമുക്ക് ഒരു കുല്ലിയത്തു തഹ്ഫീദുൽ ഖുർആൻ, ഖുർആൻ മനപാഠമാക്കുന്ന ഒരു കോളേജ് ആരംഭിച്ച് അത് നമുക്കിവിടെ നടത്തി നല്ല സന്തോഷം നമുക്കും നമ്മുടെ മുൻഗാമികളായി ഖബറിൽ കിടക്കുന്നവർക്കും ഉണ്ടാകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിവിടെ പ്രഖ്യാപിക്കുകയാണ് നിങ്ങളെല്ലാവരുടെയും സമ്മതത്തോടുകൂടി. ഇനി അത് നമുക്ക് വിജയിപ്പിക്കണമെങ്കിൽ എന്ത് വേണം എന്ന് ഞാൻ പറയണ്ടല്ലോ. ഏറ്റവും പ്രധാനമായി നമുക്ക് സ്ഥലം, തൽക്കാലത്തേക്ക് ഈ സ്ഥലത്ത് കയറി പരിപാടി നടത്താൻ അതിന്റെ ഉടമസ്ഥന്മാരെ നമുക്ക് സമ്മതം തന്നതാണ്. ഇത് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് എന്റെ അറിവ്, അല്ലേ? ചെയ്തിട്ടില്ല. ഇത് രജിസ്റ്റർ ചെയ്യണം. പക്ഷേ ഇത് നമുക്ക് വിൽപ്പന നടത്തിയവർ അൽഹംദുലില്ലാഹ് ഒരുപാട് ദിവസമായി നമ്മളെ കാത്തിരുന്നു. അവർക്ക് അല്ലാഹു തആല അവർക്കും കുടുംബത്തിനും അല്ലാഹു ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. അവർക്ക് അവരുടെ മുൻഗാമികൾക്കും അല്ലാഹു തആല അത് ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു സഹകരണമായി അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പോൾ നമ്മൾ ഈ സ്ഥലം ഇത് രജിസ്റ്റർ ചെയ്യണം. ഫസ്റ്റ് ആദ്യം വേണ്ടത് അതാണ്. അതിന് എല്ലാവരും നല്ല ഇഖ്ലാസോടെ ഞാൻ സ്വർഗത്തിൽ സ്ഥലം വാങ്ങുകയാണ് എന്ന് നിയ്യത്ത് ചെയ്തിട്ട് എല്ലാവരും സ്ഥലം തരണം. ഫസ്റ്റ് സ്ഥലം കിട്ടിയാലല്ലേ ബാക്കി കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കുറ്റ്യാടി സിറാജുൽ ഹുദ ഓല ഷെഡ് കെട്ടി 19 സെന്റ് സ്ഥലത്ത് ആദ്യം തുടങ്ങുമ്പോൾ ഇതുപോലെ തന്നെ സ്ഥലം വിട്ടുവാങ്ങിയതാണ്, രജിസ്റ്റർ ചെയ്തിട്ടില്ല. അന്ന് പലരോടും പൈസ കടം വാങ്ങിയിട്ട് അവസാനം പിന്നെ രജിസ്റ്റർ ചെയ്തു, പിന്നെ കടം കിട്ടി. ഇങ്ങനെയൊക്കെയാണ്. അത് കുറ്റ്യാടിയിലെ കഥയാണ്, ഒറ്റ സുന്നി ഇല്ലാത്ത സ്ഥലത്തുള്ള കഥയാണ്. ഇവിടെ അങ്ങനല്ല. ഇവിടെ റബ്ബിന്റെ ഓഫീസ് കൊണ്ട് സുന്നികളേ ഉള്ളൂ എന്നാണ്. അപ്പൊ ഇവിടെ അങ്ങനെ പോരാ. ഇവിടെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഫുൾ ക്യാഷ് കൊടുത്ത് നമുക്ക് സ്ഥലം രജിസ്റ്റർ ചെയ്ത് വാങ്ങി, എന്നിട്ട് അതിന് നല്ലൊരു പ്ലാനൊക്കെ റെഡിയാക്കി നല്ലൊരു ബിൽഡിങ്ങും കൂടി നമുക്ക് ഉണ്ടാക്കണം. അതിന് സ്ഥലത്തിന് വില പറഞ്ഞപ്പോ 1,55,000 ഉറുപ്പികക്കാണ് ഈ സ്ഥലം കച്ചവടം ചെയ്തത് എന്ന് എന്നോട് പറഞ്ഞ ആളുകളെ കൂട്ടത്തിൽ, വന്ന ആളുകളെ കൂട്ടത്തിൽ കച്ചവടം ചെയ്യാൻ വേണ്ടി ഉള്ള ആ വിറ്റ ആളും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അത് പിരിവെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. 1,55 എന്ന് പറഞ്ഞാൽ 1,50 എന്ന് പറഞ്ഞാൽ സുഖമാണ്. കാരണം ഒരാൾ ഒരു 10 സെന്റ് ഒരു 15 ലക്ഷം, ഒരാൾ ഒരു 5 സെന്റ് 7 ലക്ഷം, വേറെ ഒരാൾ ഒരു 3 സെന്റ് അപ്പൊ 4.5 ലക്ഷം, പിന്നെ ഒരാൾ ഒരു 2 സെന്റ് അതിന് ഒരു 3 ലക്ഷം, അങ്ങനെ 1 സെന്റ് 1.5 ലക്ഷം. ഇങ്ങനെ ഓരോരുത്തരുടെ കഴിവനുസരിച്ച് വാങ്ങുമ്പോൾ ഒരു 55 എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വില നിങ്ങളെ പറഞ്ഞ് കച്ചവടം ചെയ്ത് മാറ്റാന്ന് വരില്ലല്ലോ. വില അങ്ങനെ ആണെങ്കിലും നിങ്ങളെ വകയിൽ ഒരു 5 കുറച്ചിട്ട് അത് 1.50 ആക്കി ചുരുക്കി തരണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇത് വിറ്റ ആളുകൾ അത് സമ്മതിച്ചു. അൽഹംദുലില്ലാഹ്. അല്ലാഹു അവർക്ക് ഖൈറും ബർക്കത്തും തൗഫീഖും ഖുർആനിന്റെ ശഫായത്തും അല്ലാഹു തആല അവർക്കും നമുക്കും കുടുംബങ്ങൾക്കും നൽകുമാറാകട്ടെ. അങ്ങനെ അത് 1.50 ആക്കി ഇങ്ങോട്ട് താഴ്ത്തി. എന്തിനു? നിങ്ങളോടൊക്കെ പിരിവെടുക്കാനുള്ള സൗകര്യത്തിന്.
അതുകൊണ്ട് ഇനി പറയാനുള്ളത്, ഇപ്പൊ ഇന്നത്തെ ഈ ഒരൊറ്റ ദിവസം കൊണ്ട് സ്ഥലത്തിന്റെ പൈസ ആകണം. സ്ഥലത്തിന് വലിയ പൈസ ഒന്നും വേണ്ട, 1 സെന്റിന് 1.5 ലക്ഷം റുപ്യല്ലേ, അതൊരു വലിയ പൈസ ഒന്നല്ല ഇന്നത്തെ കാലത്ത്. അപ്പോൾ അങ്ങനെ ഒരു 45 സെന്റ് ഇതിന്റെ രേഖയിലുണ്ടെന്നാണ് എൻ്റെ അറിവ്. 45 സെന്റ് സ്ഥലം നമുക്ക് ഇന്ന് ഇവിടുന്ന് റെഡിയാണ്. ഇപ്പൊ നിങ്ങളാരും ഈ ഇങ്ങനെ കീശയിൽ ഇങ്ങനെ കാർഡ് വെച്ച് കൊടുത്താൽ പൈസ പുറത്ത് വരുന്ന മെഷീനൊന്നുമല്ല. അപ്പൊ നിങ്ങൾ കയ്യിൽ ഇപ്പൊ ക്യാഷ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലരൊക്കെ തരണമെന്നുള്ള നല്ല നെയ്യത്തിൽ ചെക്കൊക്കെ എഴുതി കൊണ്ടുവന്നവരും ഉണ്ടായിക്കൂടാന്നില്ല. അപ്പോ അവർക്ക് ചെക്ക് തരാം. അതേ സമയത്ത് ഞാൻ പറഞ്ഞത് ഇന്ന് നമുക്കത് പൂർത്തീകരിക്കണം. ഞാൻ വാസ്തവത്തിൽ നാളെ രാവിലെ മുതൽക്ക് കോഴിക്കോട് ഫുള്ള് മീറ്റിംഗ് ആണ്. ഇന്ന് രാവിലെ മുതൽക്ക് ഇതുവരെയും മീറ്റിംഗ് ആണ്. വളരെ ക്ഷീണിതനുമാണ്. ഇന്നലെ ഞാൻ കർണാടകയിലായിരുന്നു. അത് അങ്ങനെ തന്നെ പിന്നെ രാത്രിയാകുമ്പോൾ അവിടെ ഒരു പരിപാടി നടത്തി അങ്ങനെ തന്നെ എയർപോർട്ടിൽ നിന്ന് ദുബായിലേക്ക് പോയും വേണം. ഒരു ദിവസവും ഈ റമദാൻ നോമ്പ് തരാനുമില്ല. അപ്പോൾ പിന്നെ വരുമ്പോലെ വരട്ടെന്ന് വിചാരിച്ചിട്ട് ഇവിടെ കൊടുത്താണ്. കാരണം ഈ പ്രദേശത്തോടും എനിക്ക് നല്ല കടപ്പാടുണ്ട്, കൂറുണ്ട്. ഞാൻ ചെറിയ കുട്ടിക്കാലത്ത് തന്നെ ഇവിടെ പലപ്പോഴും വന്ന് പ്രസംഗിച്ചൊക്കെട്ടുണ്ട്. ചെറിയ SSFന്റെ പ്രവർത്തകനായിരുന്ന കാലം മുതൽ നല്ല ബന്ധമുള്ള ഒരു പ്രദേശമാണ്. എല്ലാവരും നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മളോട് സ്നേഹവും ആദരവും ഒക്കെ പ്രകടിപ്പിക്കുന്നവരുമാണ്. അല്ലാഹു തആല എല്ലാവർക്കും ദുനിയാവും ആഖിറവും വിജയിപ്പിച്ചു തരട്ടെ. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കുറച്ച് ആളുകൾ സ്റ്റേജിൽ മുൻ തന്നെ ഞാൻ പലരോടും പറഞ്ഞു, നിങ്ങളൊക്കെ നല്ല കുറച്ച് സെന്റുകൾ എഴുതണം, എന്നിട്ട് വായിക്കണം, എന്നിട്ട് ബാക്കിയുള്ളവരോടും കൂടി പറയണം എന്ന് പറഞ്ഞതനുസരിച്ച് കുറേ ആളുകൾ എഴുതിയിട്ടുണ്ട്. ആ എഴുതിയത് ഇൻഷാ അല്ലാഹ് ഒന്നിവിടെ വായിക്കും. അത് വായിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും കൂടി പൂർത്തീകരിക്കണം. ഇവിടെ എഴുതിയത് ഏകദേശവും ഈ നാട്ടുകാരായ ഈ മഹല്ലത്തുള്ള ആളുകളാണ് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാത്തവരും ഏതെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സ്ത്രീകൾ ചിലർക്ക് നല്ല സ്വർണ്ണമൊക്കെ കൊടുത്തയച്ചവരുണ്ട്, അവർക്ക് വേണ്ടി ദ്വാരക്കണം എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് ലാസ്റ്റ് നമുക്ക് ദ്വാരക്കാം. അല്ലാഹു തആല നമ്മളെ ഈ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട ആഖിറത്തിൽ ഉപകരിക്കുന്ന ഖുർആൻ ഷഫാഖിന്റെ ഷഫാഅത്ത് ലഭിക്കാൻ കാരണമാകുന്ന മജ്ലിസായി അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. നമ്മുടെ നാട്ടിൽ എല്ലാ സന്തോഷവും എല്ലാ ഐശ്വര്യവും അല്ലാഹു തആല ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട് വർദ്ധിപ്പിച്ചു തരട്ടെ. എല്ലാ ബിസിനസ്സിലും ജോലിയിലും ആരോഗ്യത്തിലും ആയുസ്സിലും കുടുംബത്തിലും എല്ലാ ഖൈറും അല്ലാഹു തആല നമുക്ക് വർദ്ധിപ്പിക്കട്ടെ. സർവ്വ മുസീബത്തുകളും ഷർറുകളും എല്ലാ വിഷമങ്ങളും എല്ലാ മനസ്സിന് വിഷമമുള്ള കാര്യങ്ങളും അല്ലാഹു ഈ നാട്ടിൽ നിന്നും മറ്റ് മുഅ്മിനീങ്ങളുള്ള നാടുകളിൽ നിന്നൊക്കെ അല്ലാഹു തആല ഉയർത്തിക്കളിയുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒന്നിച്ച് നമുക്ക് ഫാത്തിഹയും സൂറത്തൊക്കെ ഓതിയിട്ട് ദ്വാരക്കാം. ഇപ്പോ ലീസ്റ്റ് ഒന്ന് വായിക്കുന്നു. ഇവിടെയുള്ള കുറച്ചാളുകൾ എഴുതിയിട്ടുണ്ട്. ബാക്കിയുള്ളവരും കൂടി നമ്മുടെ ആളുകൾ ഇറങ്ങി വരുമ്പോൾ എല്ലാവരും അവരവരെ കൊണ്ട് കഴിയുന്നത് പറയണം. അങ്ങനെ 2ഉം 3ഉം അതുപോലെ അതിൻ്റെ മേലെയും താഴെയും ഒക്കെ സെന്റുകൾ തന്നെ പറയണം. അങ്ങനെ 1.5 ലക്ഷം റുപ്യക്ക് 1 സെന്റ് കിട്ടുമ്പോൾ 1 സെന്റ് ഖുർആൻ പാടാക്കുന്ന കോളേജിന് എൻ്റെ ജീവിതത്തിൽ ഞാനൊന്ന് ചെയ്യട്ടെ എന്നങ്ങ് വിചാരിച്ചാൽ ഈ പറച്ചൊന്ന് വീട്ടിൽ കഴിവെല്ലാവർക്കും അത് അങ്ങ് തരും. ഇവിടെ നല്ല നിയ്യത്തോടെ എല്ലാവരും ഇതിൽ പങ്കുചേരണം കഴിവിൻ്റെ പരമാവധി എന്ന് ഓർമ്മപ്പെടുത്തി ഒന്ന് വായിക്കാൻ വേണ്ടി വിളിക്കുന്നു. അതിന് ശേഷം ഇൻഷാ അല്ലാഹ് പൂർത്തീകരിച്ചുകൊണ്ട് നമുക്ക് അല്ലാഹു തആല ദുആ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. നമ്മുടെ അമലുകളെല്ലാം അർഹമർ റഹീമീനായ റബ്ബേ, ഞങ്ങൾ സാധുക്കളാണ്, അറിവ് കുറഞ്ഞവരാണ്, അമലില്ലാത്തവരാണ്. ഞങ്ങളുടെ അമലുകളെല്ലാം നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ സദസ്സുകൾ ദുആക്ക് ഇജാബത്തുള്ള സദസ്സാക്കണം റഹ്മാനെ. ഞങ്ങൾ നല്ല നിയ്യത്തോടുകൂടി ഇറങ്ങിപ്പുറപ്പെട്ട എന്തൊക്കെ വിഷയങ്ങളുണ്ടോ അവിടെയെല്ലാം ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ എത്രയോ കൂടുതൽ നിന്റെ ഖജനാവിൽ നിന്ന് ചൊരിച്ചു തന്ന് ഞങ്ങളെ സഹായിച്ച രാജാവാണ് നീ. ഇവിടെയും ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യം വളരെ ഭംഗിയായി പൂർത്തീകരിക്കാൻ നീ തൗഫീഖ് തരണേ അല്ലാഹ്. അതിനുള്ള കഴിവും സന്മനസ്സും ആരോഗ്യവും എല്ലാം ഞങ്ങൾക്കും ഞങ്ങളെ കൂടെയുള്ളവർക്കും നീ വർദ്ധിപ്പിച്ച് നൽകണേ അല്ലാഹ്. എല്ലാവരും ഇതിൽ പങ്കെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ തൽക്കാലം നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് ഫാത്തിഹ ഓതി നല്ലൊരു ദുആ നടത്തി അവസാനം പിരിയാം. എല്ലാം കഴിയുന്നത് വരെ എല്ലാവരും ഇരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.